welcome back to another video. Today we are going to discuss 5 components of English language. 5 components of English language. ഭാഷയുടെ 5 അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭാഷാശാസ്ത്രജ്ഞന്മാർ ലിംഗ്വിസ്റ്റിക്സ് ഹാവ് ഐഡന്റിഫൈഡ് 5 ബേസിക് കമ്പോണൻസ്, 5 അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, so which are the 5 main components of English language? Phonology, morphology, syntax, semantics and pragmatics. These are the 5 main components of English language. നമുക്ക് 1 by 1 ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, we are starting with the one syntax. What is syntax? Syntax is the study of how we arrange words and phrases to form sentences. എങ്ങനെയാണ് വേർഡ്സിനെയും ഫ്രേസസിനെയും സെൻറ്റൻസസിലേക്ക് മാറ്റുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുകൂടി വിളിക്കാം അല്ലേ. ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് അതൊക്കെ സിൻടാക്സിൻ്റെ അണ്ടറിൽ വരും. നമ്മളൊരു പെർട്ടിക്കുലർ വേർഡ് ഓർഡർ ഓർ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ടാണ് വേർഡ്സിനെ എല്ലാം നമ്മൾ സെൻറ്റൻസസ് ആക്കി മാറ്റുന്നത് അല്ലേ. അതിനൊരു പെർട്ടിക്കുലർ ഘടനയുണ്ട്. അല്ലാതെ നമ്മൾ തൗസൻഡ്സ് ഓഫ് വേർഡ്സ് ചുമ്മാതിട്ടിട്ട് ഇങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്. അതിനൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട് അല്ലേ. ആ ഓർഡറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സിൻടാക്സ് കൈകാര്യം ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോളോസ് എ സബ്ജക്റ്റീവ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് വേർഡ് ഓർഡർ. ഇംഗ്ലീഷിൽ നമ്മൾ കാണപ്പെടുന്നത് സബ്ജക്റ്റീവ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന വേർഡ് ഓർഡറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ കാണപ്പെടുന്നത്. സോ അതിനൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് മീനിങ് തന്നെ മാറിപ്പോകും അല്ലേ. മലയാളത്തിൽ പറയുന്നത് പോലെയല്ല, എങ്ങനെയാണോ മലയാളത്തിലുള്ളത് അതിൻ്റെ ഉൾട്ടയാണ് ഏതിലുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ആ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സിൻടാക്സ് എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, സാറ റൈറ്റ്സ് എ ലെറ്റർ എന്നതാണ് സബ്ജക്റ്റ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇതിൻ്റെ ഓർഡർ ഒന്ന് നമുക്ക് മാറ്റി കൊടുത്താലോ. എ ലെറ്റർ റൈറ്റ് സാറ. ടോട്ടൽ മീനിങ് തന്നെ അങ്ങ് മാറിപ്പോയില്ലേ. നമുക്കതാണ് പറയുന്നത്, പെർട്ടിക്കുലർ ഓർഡർ ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. സ്വിച്ചിങ് ദ വേർഡ് ഓർഡർ ഓഫ് ദ ബേസിക് സെൻറ്റൻസ് ക്യാൻ ക്രിയേറ്റ് എ മച്ച് ഡിഫറൻസ് ഇൻ ദ മീനിങ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാറ റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് ലെറ്റർ റൈറ്റ്സ് സാറ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ള മീനിങ് തന്നെ മാറിപ്പോയില്ലേ. സോ അതാണ് പറഞ്ഞത്, നമുക്കൊരു പെർട്ടിക്കുലർ വേർഡ് ഓർഡർ ഉണ്ട്, അതിൽ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഈച്ച് സെൻറ്റൻസ് മസ്റ്റ് കണ്ടെയ്ൻ എ നൗൺ ഫ്രേസ് ആൻഡ് എ വേർബ് ഫ്രേസ്. എല്ലാ സെൻറ്റൻസസിലും ഒരു നൗൺ ഫ്രേസ് അതുപോലെ ഒരു വേർബ് ഫ്രേസ് ഉണ്ടായിരിക്കുന്നതാണ്. വിത്തിൻ നൗൺ ആൻഡ് വേർബ് ഫ്രേസസ് ദർ ആർ റൂൾസ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺസ് ഉണ്ടായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾസ് അപ്പിയർ ബിഫോർ നൗൺസ്. നൗൺസിൻ്റെ മുന്നിലായിരിക്കും എല്ലായ്പ്പോഴും നമ്മൾ ആർട്ടിക്കിൾ കാണുന്നത് അല്ലേ. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എ, ആൻഡ് ദ. ഇവ 3 ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത് അല്ലേ. ഇവ എപ്പോഴും ഇതിൻ്റെ മുന്നിലാണ് ഉണ്ടാവുക, നൗൺസിൻ്റെ മുന്നിലാണ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻ ആനിമൽ, എ ഫ്ലവർ, ദ പാരറ്റ്. ഇതിൻ്റെ ഒരിക്കലും വേർബിൻ്റെ മുന്നിൽ നമ്മൾക്ക് ഈ ആർട്ടിക്കിൾസ് കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ. അതുപോലെ ആഡ്വേർബ് മോഡിഫൈസ് വേർബ്. ആഡ്വേർബ്സ് യൂസ് ചെയ്യുന്നത് വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഹി സ്വിംസ് വെൽ, ഹി റാൻ ക്യുക്ക്ലി. ഇവിടെ വെൽ, ക്യുക്ക്ലി എന്ന് പറഞ്ഞുള്ള വേർഡ്സൊക്കെ നമ്മൾ വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. അതിന് പകരം നമ്മൾക്ക് വേറൊന്നിനു വേണ്ടിയിട്ടും ആ വേർഡ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇതാണ് അതിൻ്റെ സവിശേഷത. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, മോർഫോളജി. മോർഫോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മോർഫോളജി ഇസ് ദ സ്റ്റഡി ഓഫ് the structure and construction of words. Morphology is the study of the structure and construction of words. സിൻടാക്സിൽ നമ്മൾ കണ്ടു, നമ്മൾ എന്താണ് വേർഡ്സിനെ എങ്ങനെയാണ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സിൻടാക്സ് അല്ലേ. പക്ഷേ എങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വേർഡ്സുകൾ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി ഡീൽസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. As we already said, morphology is the study of morpheme. What is morpheme? A morpheme is the smallest unit of meaning. A morpheme is the smallest sound unit എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. A morpheme is the smallest meaningful sound unit. ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടം വേർഡ്സ് സൗണ്ട്സിനെ നമുക്ക് മോർഫീം ആണെന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, സിംഗ്. Sing is only one morpheme, while singing is 2 morpheme. Sing plus
ING അല്ലേ. സിങ് എന്ന റൂട്ട് വേർഡിൻ്റെ കൂടെ സഫിക്സ് ആയിട്ടുള്ള ING ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് എന്തായി മാറുന്നത്, സിംഗിങ് ആയി മാറുന്നത്. സിങ് ഹോൾഡ്സ് ഇറ്റ്സ് ഓൺ മീനിങ്, റൈറ്റ്. സിങ് എന്ന ഒറ്റ വേർഡ് ബേസ് വേർഡാണ്, അതിന് അതിൻ്റെതായ മീനിങ് ഉണ്ട്. ബട്ട് ING സിഗ്നിഫൈസ് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോഴത്തേക്കാണ് സിംഗിങ് ആയി മാറുന്നത് അല്ലേ. പക്ഷേ സിംഗ് എന്ന റൂട്ട് വേർഡിന് സ്ലൈറ്റ് മീനിങ് ചേഞ്ച് വരുത്താൻ വേണ്ടി സഫിക്സ് ആയ ING എന്ന വേർഡിന് സാധിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇത്തരം മോർഫീംസ് ലൈക്ക് പ്രിഫിക്സസ്, സഫിക്സസ് ആൻഡ് ബേസ് വേർഡ്സ് ആർ ഡിഫൈൻഡ് ആസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ സൗണ്ട് യൂണിറ്റ്. മനസ്സിലായോ? ഈ സ്മോളസ്റ്റ് മീനിങ്ഫുൾ സൗണ്ട് യൂണിറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് മോർഫോളജി എന്ന് അറിയപ്പെടുന്നത്. സോ എന്താണ് പ്രിഫിക്സും ആൻഡ് സഫിക്സും എന്ന് പറയുന്നത്? A prefix is a word part that added to the beginning of a root word that will change the meaning of the base word. അതുപോലെ തന്നെ suffix is the word part that adding at the end of a root word that also changes the meaning of the root word. For example, agree, disagree. Dis എന്നുള്ളത് ഒരു prefix ആണ്. അതുപോലെ mortal, ഇമ്മോർട്ടൽ, IM എന്നുള്ളത് ഒരു പ്രിഫിക്സ് ആണ്. അതുപോലെ സഫിക്സസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ബ്രൈറ്റ്, വി ക്യാൻ ചേഞ്ച് ദ വേർഡ് ഇൻ ടു ബ്രൈറ്റർ. ER എന്ന സഫിക്സ് ചേർത്തുകൊണ്ട് വേർഡിനെ ബ്രൈറ്റർ എന്ന വേർഡാക്കി മാറ്റി അല്ലേ. അതുപോലെ ഇൻവെൻറ്റ് എന്ന വേർഡിൻ്റെ കൂടെ ION എന്ന സഫിക്സ് ചേർത്തിട്ട് നമുക്ക് ഇൻവെൻഷൻ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. സോ ഇത്തരം ചേഞ്ചസിനെയാണ് പ്രിഫിക്സ് ആൻഡ് സഫിക്സസ് എന്ന് വിളിക്കുന്നത്. സോ ഇത്തരം പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് റൂട്ട് വേർഡിനെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി നടത്തുന്നത്. സോ നമുക്ക് അനദർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, watermelons. Watermelons contains 3 morphemes. Watermelon and the sound z, plural suffix ആണ് z എന്ന സൗണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. watermelon and z എന്ന 3 morphemes നമുക്ക് കാണാൻ വേണ്ടി പറ്റും. water and melon are 2 standalone words and z is the plural suffix. Understood? So there are 2 varieties of morphemes, free and bound morphemes. മോർഫീംസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഫ്രീ ആൻഡ് ബൗണ്ട് മോർഫീംസ് ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഫോർ മോർഫീംസ് ആർ, ഫ്രീ മോർഫീംസ് ആർ ഇൻഡിപെൻഡൻറ്റ് സച്ച് ആസ് സിങ്, വാക്ക്, ഡാൻസ്. ഇവയൊക്കെ ഫ്രീ മോർഫീംസ് ആണ്, അതിനെ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റും. ബൗണ്ട് മോർഫീംസ് ആർ ഗ്രമാറ്റിക്കൽ മേക്കേഴ്സ് ദാറ്റ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് സച്ച് ആസ് EST, അൺ ഓർ എസ്. ഇത്തരം പ്രിഫിക്സസും സഫിക്സസും ഒക്കെ ബൗണ്ട് മോർഫീംസ് ആണ്. റൂട്ട് വേർഡിനോട് കൂടി ചേർന്നിട്ട് മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ, ഒറ്റയ്ക്കൊരു നിലനിൽപ്പ് ഇല്ല. എങ്കിൽ ഇതിന് മീനിങ് ഫുൾ ആയിട്ടുള്ള റൂട്ട് വേർഡിന് മീനിങ് ചേഞ്ച് വരുത്താനുള്ള ഒരു മീനിങ് ഇതിനകത്ത് ഉണ്ട് എന്താനും. സോ അതുകൊണ്ടാണ് ഇതിനെ മോർഫീംസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, grammatical morphemes ആയിട്ടുള്ള z, ING and the prefixes and suffixes such as P, R, E, L, Y, E, R are necessary for language development. They aid in expanding vocabulary and using more complex words. ഇവ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ more vocabularies develop ചെയ്ത് എടുക്കുന്നത്. So these are about morphemes or morphology. So moving on to the next one, phonology. What is phonology? Phonology is the study of phonemes in a language ആൻഡ് ദ റൂൾസ് ഫോർ ദെയർ കോമ്പിനേഷൻ. നമ്മൾ ആദ്യം സിൻടാക്സിൽ കണ്ടത് വേർഡ്സിനെ എങ്ങനെ സെൻറ്റൻസ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് അല്ലേ. അതുപോലെ നമ്മൾ മോർഫോളജിയിൽ കണ്ടു എങ്ങനെയാണ് വേർഡ്സ് ഫോമാറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് വേർഡ്സുകൾ രൂപാന്തരപ്പെടുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു അല്ലേ. അതുപോലെ ഫൊണോളജിയിൽ ഡീൽസ് ചെയ്യുന്നത് ഓരോ സൗണ്ടിനെയാണ്. ഓരോ പെർട്ടിക്കുലർ സൗണ്ട് എങ്ങനെയാണ് വേർഡ്സായിട്ട് മാറുന്നത്, അവ എങ്ങനെയാണ് മീനിങ് ചേഞ്ചസ് വരുത്തുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഫൊണോളജിയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫൊണോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫോണീംസ് ഇൻ എ ലാംഗ്വേജ് ആൻഡ് ദ റൂൾസ് ഫോർ ദിയർ കോമ്പിനേഷൻ. എ ഫോണീം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. എന്താണ് വാട്ട് ഈസ് ഫോണീം? ഫോണീം ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട്. ഫോണീം ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് സച്ച് ആസ് p, t, d, k, g ഇങ്ങനെയുള്ള സൗണ്ട്സ് ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇത്തരം ഓരോ സൗണ്ട്സിനെയും നമ്മൾ ഫൊണീംസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫൊണീംസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഫൊണോളജി എന്ന് അറിയപ്പെടുന്നത്. See the example, the words like P and T hold very different meaning due to the difference in the first phoneme of the word. അല്ലേ, ഫസ്റ്റ് ഫൊണീം ചേഞ്ചിൻ്റെ ഒറ്റ വ്യത്യാസത്തിലാണ് ഈ വേർഡ് രണ്ടും രണ്ടായിട്ടും നിലനിൽക്കുന്നത് അല്ലേ. P and T, P and
ടു എന്ന 2 വേർഡ്സിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഫോണീംസ് ഒക്കെ സെയിം ആണ് അല്ലേ. പക്ഷേ ആദ്യത്തെ 2 ഫോണീംസ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ മീനിങ് തന്നെ മാറി, അത് രണ്ടും 2ആയിട്ട് മാറി അല്ലേ. സോ ഇതാണ് ഫോണീം ചേഞ്ചസിലൂടെ നമുക്ക് പുതിയ വേർഡ്സസ് ഉണ്ടായി വരുന്നത്. സോ ഫോണോളജിക്കൽ റൂൾസ് ഗവേൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോണീംസ്. നമ്മൾ ഫോണീംസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും ഫോണോളജിക്കൽ റൂൾസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബീയിങ് ING എന്നുള്ള വേർഡ് നെവർ അപ്പിയേഴ്സ് ആസ് ദ ING എന്നുള്ള സഫിക്സ് നെവർ അപ്പിയേഴ്സ് ആസ് ദ ഫസ്റ്റ് സൗണ്ട് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒരിക്കലും ഒരു റൂട്ട് വേർഡിൻ്റെ ഫസ്റ്റ് നമുക്ക് ING കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ ദീസ് റൂൾസ് ഓൾസോ ഗവേൺ സീക്വൻസിങ് ഓർ ഓർഡർ ദാറ്റ് പാറ്റേൺസ് മേ ബി കമ്പൈൻഡ്. എങ്ങനെയാണ് വേർഡ്സ് ഫോണീംസിനെ കമ്പൈൻ ചെയ്തിട്ട് പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്നതിനെയും അതിനും പെർട്ടിക്കുലർ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഇസ് TN എന്നുള്ള കോമ്പിനേഷൻ നമുക്ക് എവിടെയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാണാൻ വേണ്ടി പറ്റില്ല. TN എന്നുള്ള ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ. സോ ഇതൊക്കെ ഫോണോളജിക്കൽ റൂൾസ് കൺട്രോൾഡ് ആണ്, ഗവേൺഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, സെമാൻറ്റിക്സ്. നമ്മൾ ഓൾറെഡി 3 ഐറ്റംസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിൻടാക്സ്, മൊഫോളജി ആൻഡ് ഫോണോളജി അല്ലേ. ഇത് ഏതിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ ഒരു ഡിഫറൻഷിയേഷൻ വരുന്നത്? ഫോം ഓഫ് ദ ലാംഗ്വേജ് ആണ് അല്ലേ. അതിൻ്റെ സ്ട്രക്ചർ ഓർ ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 3 ഐറ്റംസ് പഠിക്കുന്നത്. പക്ഷേ ഒരു വേർഡ്സിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ് സെമാൻറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. കണ്ടന്റ് ഓർ മീനിങ് ഓഫ് ദ വേർഡ്സ് ആണ് സെമാൻറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. So, semantics is the study of the rules related to the meaning or content of words. വേർഡ്സിൻ്റെ മീനിങ്ങും അർത്ഥം എന്താണ് എന്നുള്ളതാണ് കൂടുതൽ ആര് കൈകാര്യം ചെയ്യുന്നത്? സെമാൻറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ എക്സ്പാൻഡിങ് വൊക്കാബുലറി ആസ് വെൽ ആസ് ലേണിംഗ് സിനോണിംസ്, ആൻറ്റോണിംസ്, മൾട്ടിപ്പിൾ മീനിങ് വേർഡ്സ് ആൻഡ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? സെമാൻറ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. വൊക്കാബുലറിയെ കുറിച്ചുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സെമാൻറ്റിക്സ് പഠനത്തിന് വിധേയമാക്കുന്നത്. അതുപോലെ സെമാൻറ്റിക്സ് ഈസ് ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് അല്ലേ. ഒരു കൂട്ടം വേർഡ്സുകളാണ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നത് അല്ലേ. ഓരോ വേർഡ്സിനും സെപ്പറേറ്റ് മീനിങ് ഉണ്ടാവും. പക്ഷേ ഈ വേർഡ്സുകളെല്ലാം സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോഴത്തേക്കും ടോട്ടൽ മീനിങ് തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ മീനിങ് ആയിരിക്കില്ല ഒരു ഹോൾ സെൻറ്റൻസസിൽ നമ്മൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഇത്തരം വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും ആര് പഠന വിധേയമാക്കുന്നുണ്ട്? സെമാൻറ്റിക്സ് പഠന വിധേയമാക്കുന്നുണ്ട്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് വൺ, പ്രാഗ്മാറ്റിക്സ്. എന്താണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? സിൻടാക്സ്, മൊഫോളജി ആൻഡ് ഫോണോളജി അല്ലേ. പക്ഷേ മീനിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ സെമാൻറ്റിക്സും പഠിച്ചു. ഇനി ഇത് എങ്ങനെ ലാംഗ്വേജ് ഇംപ്ലിമെൻ്റ് ചെയ്യണം, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് പ്രാഗ്മാറ്റിക്സ് നടത്തുന്നത്. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യണം അതിലെല്ലാം പെടുന്നുണ്ട്. നമുക്ക് നോക്കാം. പ്രാഗ്മാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. എങ്ങനെയാണ് നമ്മൾ ഭാഷ ഒരു സമൂഹത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പഠനമാണ് പ്രാഗ്മാറ്റിക്സ് നടത്തുന്നത്. പ്രാഗ്മാറ്റിക് ലാംഗ്വേജ് ഇസ് ദ സോഷ്യൽ സ്കിൽസ് യൂസ്ഡ് ഇൻ ഡെയിലി ഇൻറ്ററാക്ഷൻസ് ഇൻ ബോത്ത് verbal and non-verbal communication. This include body language, facial expression, gestures, communicative intent and topic maintenance. ഇതൊക്കെ ഉണ്ടല്ലേ. നമ്മളൊരു ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതാണല്ലേ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വിരലുകൾ പോലും സംസാരത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് അല്ലേ. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. Actually, it means knowing what to say, when to say it and how to say it അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദിസ് ഇൻക്ലൂഡ്സ് verbal communication such as prosody, topic maintenance, making request and comments. It also includes non-verbal communication such as body language, gestures and facial expressions. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും അല്ലേ. ഒരു ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അല്ലേ. സോ ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഓരോ ഡയലക്ട്സ് കാണാൻ വേണ്ടി പറ്റും. ഏത് ഭാഷ എടുത്താണെങ്കിലും ഓരോ സാമൂഹികമായിട്ടും ഓരോ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടും പെർട്ടിക്കുലർ ഡയലക്ട്സ് ഉണ്ടാവും അല്ലേ. സോ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, പ്രാഗ്മാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ പ്രാഗ്മാറ്റിക്സ് ഈസ് ഹൗ വി യൂസ് ലാംഗ്വേജ് rather than the structure of language. Okay, these are about 5 components of language. So thank you so much for watching. Meet again with another video as a continuation. Thank you so much. Thank you again. Bye bye.